ഈശ്വമിശിയായിക്ക് സ്തുതിയായിരിക്കട്ടെ. തെനാക്ക് ആണ്ടുവട്ടത്തിലെ 17ാമത്തെ ആഴ്ചയിലെ ശനിയാഴ്ച. മത്തായിയുടെ സുവിശേഷം 14-ാം അധ്യായം 1 മുതൽ 12 വരെയുള്ള വാക്യങ്ങളാണ് സുവിശേഷ ഭാഗം. ഇവിടെ സ്നാപയോഹന്നാൻ്റെ ശിരച്ഛേദത്തെക്കുറിച്ച് ഉള്ള ആ ഒരു നരേഷനാണ്. അതിനെക്കുറിച്ച് ഇങ്ങനെ വിവരിക്കുകയാണ്. ഇതിൻ്റെ ഒരു പശ്ചാത്തലമാണ് എപ്പോഴും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയിട്ടുള്ളത്. അതിങ്ങനെയാണ്: അക്കാലത്ത് സാമന്ത രാജാവായ ഹെറോദോസ് യേശുവിൻ്റെ കീർത്തിയെപ്പറ്റി കേട്ടിട്ട് തൻ്റെ സേവകന്മാരോട് പറഞ്ഞു, ഇവൻ സ്നാപക യോഹന്നാനാണ്. അതായത് ഈശോയുടെ ഇടപെടൽ, ഈശോയുടെ വാക്കും പ്രവൃത്തി. ഈശോയെ കണ്ടിട്ടില്ല, ഹെറോദോസ് ഈശോയെ കണ്ടിട്ടില്ല. ഹെറോദോസ് ഈശോയെ കാണാൻ ആഗ്രഹിക്കുന്നു എന്നുള്ള രീതിയിലാണ്. പക്ഷേ ഇത് ഇങ്ങനെ പറഞ്ഞൊക്കെ കേട്ടപ്പോഴത്തേക്ക് താൻ ശിരച്ഛേദം ചെയ്ത് കഴുത്തറുത്ത് കൊന്ന സ്നാപക യോഹന്നാൻ തിരിച്ചു വന്നിരിക്കുകയാണെന്ന് അയാൾ ചിന്തിക്കുക. ഇവൻ സ്നാപക യോഹന്നാനാണ്, മരിച്ചവരിൽ നിന്നും അവൻ ഉയർപ്പിക്കപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ടാണ് ഈ ശക്തി ഇവനിൽ പ്രവർത്തിക്കുന്നത്. ഹെറോദോസ് യോഹന്നാനെ ബന്ധിച്ച് കാരാഗ്രഹത്തിൽ അടച്ചിരുന്നു. പിന്നെ ആ സംഭവം പറയുക. പിന്നെ സംഭവം നമുക്കറിയാം. ഹെറോദിയയുടെ നിർബന്ധപ്രകാരം മകൾ നൃത്തം ചെയ്തു, ശിരച്ഛേദം ചെയ്ത സംഭവം നമുക്കറിയാം. പക്ഷേ ഈ ഭാഗമാണ് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എപ്പോഴും തോന്നാറുള്ളത്. ഈ സുവിശേഷം വായിക്കുമ്പോഴത്തേക്കും ഭയങ്കര ഇൻട്രസ്റ്റിംഗ്. കാര്യം ഇവിടെ ഈശോയെക്കുറിച്ച് കേട്ടപ്പോൾ ഹെറോദോസ് ചിന്തിക്കുന്നത് സ്നാപക യോഹന്നാൻ തിരിച്ചു വന്നു എന്നാണ്. അതായത് സ്നാപക യോഹന്നാൻ റീലോഡഡ്. നമ്മൾ മമ്മി എന്ന് പറയുന്ന ഒരു സീരീസ് ഉണ്ടായിരുന്നു. പിരമിഡിലെ മമ്മിയെ കുറിച്ചൊക്കെ പറയുന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഭയങ്കരമായൊരു മേക്കിങ്ങാണ് ആ സിനിമയുടെ. നിങ്ങൾ കണ്ടിട്ടുള്ളവർ ഓർക്കുന്നുണ്ടാവും. അപ്പോൾ അതിൻ്റെ ഒരു സെക്കൻഡ് പാർട്ട് പിന്നീട് പറയുന്നത് മമ്മി റിട്ടേൺസ് എന്ന് പറഞ്ഞിട്ടുണ്ടാകും. മമ്മി ഇങ്ങനെ പരാജയപ്പെടുത്തി പിന്നെ മമ്മി തിരിച്ചു വരുന്നതായിട്ടാണ് ഈജിപ്ഷ്യൻ മമ്മീസ്. നമ്മൾ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് മെട്രിക്സ് എന്ന് പറയുന്ന സിനിമ ഇറങ്ങിയിരുന്നു. വളരെ പ്രസിദ്ധമായ, ഒരുപാട് കളക്ഷൻ നേടിയിട്ടുള്ള, ലോകമെമ്പാടും അതിൻ്റെ ആ സീരീസിനോട് ഒരുപാട് താല്പര്യത്തോടു കൂടി കണ്ട പ്രേക്ഷകർ ഇഷ്ടം പോലുണ്ട്. അതിൻ്റെ ഒരു സീരീസിൽ പിന്നെ വന്ന സിനിമയുടെ പേരാണ് മെട്രിക്സ് റീലോഡഡ്. മലയാളത്തിൽ അങ്ങനെ റീലോഡഡ് എന്ന വാക്ക് ഉപയോഗിച്ച് സിനിമ വന്നിട്ടുള്ളത് എനിക്ക് തോന്നുന്നു 20-ാം നൂറ്റാണ്ടെന്ന് പറയുന്ന സിനിമയുടെ ഒരു സെക്കൻഡ് പാർട്ടായിട്ടൊക്കെ കാലങ്ങൾക്ക് ശേഷം ഇറങ്ങിയ സാഗർ എലിയസ് ജാക്കി റീലോഡഡ് എന്ന് പറയുന്ന സിനിമയായിരുന്നു. എന്താണെങ്കിലും ഈ റീലോഡഡ് എന്ന് പറയുന്ന സംഭവം, അല്ലെങ്കിൽ ഒരു തോക്കിൽ നിറച്ച് ബുള്ളറ്റ് ഉണ്ട്. വെടിവെച്ചൊക്കെ കഴിയുമ്പോഴത്തേക്ക് അതിനകത്ത് ബുള്ളറ്റ് തീർന്നിരിക്കുന്നു, വീണ്ടും അതിനകത്തേക്ക് ബുള്ളറ്റ് നിറയ്ക്കുന്നു. അതിനാണ് നമ്മൾ റീലോഡഡ് എന്ന് പറയുന്നത്. പക്ഷേ ഇവിടെ നമുക്ക് സ്പിരിച്വലി നമുക്ക് ചിന്തിക്കാവുന്നൊരു റീലോഡഡ് ഇവിടെ ഉണ്ട്. സ്നാപക യോഹന്നാൻ എന്ന് പറയപ്പെടുന്ന നീതിയുടെ മനുഷ്യൻ, എന്തിനും പോരുന്ന രീതിയിൽ തീപ്പന്തം പോലെയുള്ള വാക്കുകളുമായിട്ട് ഏലിയായുടെ ചൈതന്യത്തോടു കൂടി മാനസാന്തരത്തിൻ്റെ ആഹ്വാനവുമായി കടന്നു വന്ന അക്കാലഘട്ടത്തിലെ ശക്തനായ ഒരു സന്യാസി സ്നാപക യോഹന്നാൻ. അവിടുത്തെ ആ ഒരു സാമന്ത രാജാവിനെ ഒന്നും അദ്ദേഹത്തിന് പേടിയില്ല. ഇങ്ങനെ തെറ്റ് കണ്ടിട്ട് ഇങ്ങനെ വിളിച്ചു പറയുക, അതിനൊരു വലിയ ബലമുണ്ട്. എപ്പോഴും ചിന്തിക്കാറുണ്ട് കാര്യം, തെറ്റ് കാണുമ്പോൾ വിളിച്ചു പറയുന്നവനാണ് ഞാൻ എന്ന് നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് മനുഷ്യരെ നമുക്ക് കാണാൻ സാധിക്കും. നമ്മുടെയൊക്കെ ചുറ്റുപാടുകളിൽ ചിലവർ തെറ്റ് കണ്ടാൽ ഞാൻ പ്രതികരിക്കും, ഞാൻ ചോദ്യം ചെയ്യും, ആരാണെങ്കിലും. എടോ മനുഷ്യ, തൻ്റെ ജീവിതത്തിലേക്ക് താൻ തിരിഞ്ഞു നോക്കിയിട്ട് അതാദ്യം തിരുത്ത് എന്ന് പറയേണ്ട ഒരു സാഹചര്യം പലപ്പോഴും നമുക്ക് തോന്നാറുണ്ട്. ഞാൻ എപ്പോഴും നമ്മൾ ഇടവേലേക്ക് ഇരിക്കുമ്പോഴത്തേക്കും ഭയങ്കര നീതിയുടെ മനുഷ്യനായിട്ട് കടന്നു വരുന്ന ആൾക്കാരുണ്ട്. ഇങ്ങനെ ചോദ്യം ചെയ്യുന്നു, അത് ഞാൻ ചോദിക്കും. അത് വികാരിച്ചനാണെങ്കിലും ശരി, പഞ്ചായത്ത് പ്രസിഡൻ്റ് ആണെങ്കിലും ശരി, മെത്രാനാണെങ്കിലും ശരി, ആരാണെങ്കിലും ഞാൻ ചോദ്യം ചെയ്യും എന്നൊക്കെ പറഞ്ഞു വരുന്ന ചില മാന്യമഹാദേഹങ്ങളുണ്ട്. പക്ഷേ നമ്മൾ ചിന്തിക്കും, എനിക്ക് നീ പോയി നിൻ്റെ കുടുംബത്തിൽ ചോദിക്കുക, നിൻ്റെ തന്നെ ദുശ്ചെയ്തികൾ, അല്ലെങ്കിൽ നീ നിൻ്റെ സഭയ്ക്കെതിരായിട്ടുള്ള പ്രവർത്തനങ്ങൾ, അല്ലെങ്കിൽ നിൻ്റെ അധാർമികമായിട്ട് പ്രവർത്തനം, നിൻ്റെ അഴിമതി, നിൻ്റെ കുടുംബത്തെ നിനക്ക് നോക്കാൻ പറ്റാത്തത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നീ ആദ്യം തിരുത്ത്, എന്നിട്ടല്ലേ നീ സമൂഹം തിരുത്തുക എന്ന് ചോദിക്കേണ്ടി വരുന്ന അവരവ സ്നാപക യോഹന്നാന്മാർ നമുക്ക് ചുറ്റുമുണ്ട് എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. എന്താണെങ്കിലും അത്തരത്തിലുള്ള ഫേക്ക് പൊട്ട സ്നാപക യോഹന്നാന്മാരെ കുറിച്ചല്ല പറയുന്നത്. ഒറിജിനൽ സ്നാപക യോഹന്നാന്മാരെ നമുക്ക് നമ്മുടെ ചുറ്റും കാണാൻ സാധിക്കും. സ്വന്തം ജീവിതത്തെ കൃത്യമായ രീതിയിൽ ക്രമീകരിച്ചതിന് ശേഷം മാത്രം സമൂഹത്തിലേക്ക് ഇറങ്ങി തെറ്റിന് നേരെ വിരോധിച്ചു കൊണ്ടുപോകാനായി കെൽപ്പുള്ള സ്നാപക യോഹന്നാന്മാരെ നമുക്ക് കാണാൻ സാധിക്കും. അത്തരത്തിലുള്ള സ്നാപക യോഹന്നാന്മാരെ കാണുമ്പോൾ നമ്മുടെ കാലഘട്ടത്തിലുണ്ട്. അവരെ കാണുമ്പോൾ നമ്മൾ വീണ്ടും പറയേണ്ടി വരും, ആ സ്നാപക യോഹന്നാൻ എന്താ തിരികെ എത്തിയിരിക്കുന്നു. ഹെറോദോസ് ചിന്തിച്ചതുപോലെ കഴുത്തറത്ത് കൊന്നിട്ടും സ്നാപക യോഹന്നാൻ എന്ന മനുഷ്യനെ ഹെറോദോസ് എന്ന രാജാവ് പേടിക്കുന്നു.
ഒരു വലിയ സൈന്യവും ദുഷ്ടചിന്താഗതികളും ചെയ്തു കൂട്ടിയ വലിയ വലിയ തിന്മകളുടെ ഒരു ലിസ്റ്റും ഒക്കെ പാരമ്പര്യമായിട്ടുള്ള ഹെറോദോസാണ് ഒരു ആയുധം പോലും കയ്യിൽ കരുതാത്ത സ്നാപക യോഹന്നാൻ എന്ന് പറയപ്പെടുന്ന ഒരു സാധു സന്യാസി എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവിതശൈലി കൊണ്ട് ഒരു സന്യാസിയെ ഭയക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അയാളെ കൊന്നു കളഞ്ഞിട്ടും അയാളെ പേടിക്കുക. തലയില്ലാത്ത സ്നാപക യോഹന്നാൻ തിരിച്ചെത്തിയിരിക്കുന്നു എന്ന രീതിയിൽ ഈ മനുഷ്യൻ അദ്ദേഹത്തെ പേടിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ കാരണമൊക്കെ നമ്മൾ സുവിശേഷത്തിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ആ മനുഷ്യനെ പ്രവാചകനായി പരിഗണിച്ചിരുന്നു എന്ന് പറയുന്നൊരു സംഭവം നമ്മൾ വായിക്കുന്നുണ്ട്. ആ സുവിശേഷഭാഗത്തിൽ നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്: എങ്കിലും അവൻ ജനങ്ങളെ ഭയപ്പെട്ടിരുന്നു. അവൻ യോഹന്നാനെ പ്രവാചകനായി പരിഗണിച്ചു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സ്നാപക യോഹന്നാൻ ഒരു നീതിമാനും വിശുദ്ധനുമായ പ്രവാചകനായി പരിഗണിച്ചു എന്നുള്ളത് നമ്മൾ മറ്റു സുവിശേഷങ്ങളിലൊക്കെ വ്യക്തമായിട്ട് ഇത് പറയുന്നുണ്ട്. ഹെറോദോസ് അങ്ങനെ അതുകൊണ്ട് അദ്ദേഹത്തെ കേൾക്കാൻ ഇഷ്ടമായിരുന്നു എന്നും പറയുന്നുണ്ട്. ഈ സ്നാപക യോഹന്നാൻ തിരിച്ചു വന്നെന്നാണ് യേശുവിനെ കാണുമ്പോൾ ചിന്തിക്കുന്നത്. നമ്മളിവിടെ ഈ ചിന്തകളൊന്ന് പോസ് ചെയ്തിട്ട് നമ്മൾ ചിന്തിക്കുന്നൊരു കാര്യം ഇതാണ്: ഇപ്പോൾ യേശു മരിച്ചു, ഉയർത്തു, സ്വർഗാരോഹണം ചെയ്തു പോയി. ഇനി പരൂസിയ രണ്ടാം വരവ് മാത്രമേ ഉള്ളൂ. പക്ഷേ നമുക്ക് നമ്മുടെ ചുറ്റുപാടുമുള്ള ചില മനുഷ്യരെ കാണുമ്പോൾ അവൻ്റെ നീതിബോധം, അവൻ്റെ കരുണ, അവൻ്റെ സഹിഷ്ണുത, അവൻ്റെ വാക്കുകൾ, അവൻ്റെ വർത്തമാനം, അവൻ്റെ ഇടപെടൽ, അവൻ നൽകുന്ന ആശ്വാസം, അവൻ്റെ ജ്ഞാനം, ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് തോന്നും, ഇവൻ ക്രിസ്തുവാണോ? ക്രിസ്തു റീലോഡഡ് ആണോ? ഇതാണ് നമുക്ക് ചിന്തിക്കാൻ സാധിക്കുന്ന ഒരു വസ്തുത. നമുക്ക് ചുറ്റുപാടിലേക്ക് കണ്ണോടിക്കുമ്പോൾ ഒരു 100% എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ലെങ്കിലും ഒരു 60, 70, 80% വരെയൊക്കെ ക്രിസ്തു സ്വാമിയുള്ള മനുഷ്യരെയൊക്കെ നമുക്ക് കണ്ടെത്താൻ സാധിക്കും. അവരുടെ ഇടപെടലുകളിൽ, അവരുടെ ജ്ഞാനത്തിൽ, അവർ മറ്റു മനുഷ്യരെ പരിഗണിക്കുന്ന രീതിയിൽ, അവരുടെ കരുണാമയമായ നോട്ടത്തിൽ, ഇടപെടൽ, അവർ നൽകുന്ന ആശ്വാസത്തിൽ, അവർ പങ്കുവയ്ക്കുന്ന സ്നേഹത്തിൽ, അവർ ബലിയായി മാറാൻ എടുക്കുന്ന റിസ്കിൽ, അവരേറ്റെടുക്കുന്ന സഹനങ്ങളിൽ, അവരുടെ നീതിബോധത്തിലൊക്കെ നമുക്ക് ക്രിസ്തുവിനെ കണ്ടെത്താൻ സാധിക്കും. ഒരു 50% എങ്കിലും ക്രിസ്തു റീലോഡഡായ മനുഷ്യനായി മാറാൻ സാധിക്കുമോ എന്നതാണ് ഈ സുവിശേഷം നമുക്കൊരോരുത്തർക്ക് മുമ്പിൽ വയ്ക്കുന്ന വളരെ മനോഹരമായൊരു ചോദ്യം, വളരെ ചലഞ്ചിങ് ആയ ചോദ്യം. ഈ ചോദ്യത്തെ നമുക്ക് ഏറ്റെടുക്കാം. എൻ്റെ ജീവിതത്തിൽ, അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തെ കണ്ടിട്ട്, എൻ്റെ ഇടപെടലുകളെ കണ്ടിട്ട് ക്രിസ്തു റീലോഡഡ് എന്ന്, ക്രൈസ്റ്റ് റീലോഡഡ് എന്ന് എത്ര ശതമാനത്തിൽ ഒരാൾക്ക് വിലയിരുത്താൻ സാധിക്കും? ഒരാൾ കാണുമ്പോൾ, മറ്റൊരാളെ കാണിക്കാൻ വേണ്ടി എന്നുള്ളതല്ല ഉദ്ദേശിക്കുന്നത്, എങ്കിൽ പോലും ഒരാൾ അടുത്തിടപെട്ട് തുടങ്ങുമ്പോൾ ഈ മനുഷ്യനിൽ ഒരു 40% ക്രിസ്തു റീലോഡഡ് ഉണ്ട്, 20% എങ്കിലും ക്രിസ്തു റീലോഡഡ് ഉണ്ട് എന്ന് നമ്മളെ പറ്റി പറയാൻ സാധിക്കുമോ? ഇതാണ് ചോദ്യം. ഇപ്പോൾ ഇവിടെ വളരെ മനോഹരമായിട്ട് ഈശോയെ കാണുമ്പോൾ സ്നാപകൻ റീലോഡഡ് എന്ന് പറയുന്നുണ്ടെങ്കിൽ, നമ്മളെ കാണുമ്പോൾ ക്രിസ്തു റീലോഡഡ് എന്ന്, ക്രൈസ്റ്റ് റീലോഡഡ് എന്ന് മറ്റുള്ളവർക്ക് പറയാൻ സാധിക്കുന്നുണ്ട്. ഏതളവിൽ, എത്ര % പറയാൻ സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഈ സുവിശേഷം ഉന്നയിക്കുന്ന ചോദ്യം. ക്രിസ്തുവിനെ റീലോഡഡ് ആയിട്ട്, അല്ലെങ്കിൽ ക്രിസ്തുവിനാൽ റീലോഡഡ് ആയ മനുഷ്യരായി മാറാനുള്ള കൃപയ്ക്ക് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.